നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് മനുഷ്യ ഗൾഫിലെ ജോലിയും കളഞ്ഞിട്ട് വടി പോലെ ഇവിടെ വന്ന് കുത്തിരിക്കുന്നത്? നിങ്ങളെ തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ദിവസം ഇവിടെ ജീവിക്കണമെങ്കിൽ എത്ര പൈസ വേണം നിങ്ങളെ വിചാരോ? ഒരു പണി പോയാൽ വേറൊരു പണി തപ്പി കണ്ടുപിടിക്കണോ? അല്ലാണ്ട് പെട്ടിയും തൂക്കി പിടിച്ചിങ്ങ് പോരല്ല വേണ്ടിയത്. ബഹളല്ല മോനെ, സന്തോഷത്തിന്റെ ആർപ്പ് വിളി നടത്തിയതാ. വാപ്പ ഏതാ ഗൾഫിൽ നിന്ന് വന്നിക്ക? അല്ല, ഇതാര് വാപ്പയോ? നിങ്ങളെന്താ വാപ്പ ഇക്കോലത്തിൽ? വാപ്പാന്റെ കോലം മാത്രല്ല, അമ്മയുടെ കോലം കൂടി മാറാൻ പോവുക. നിങ്ങളൊന്ന് തെളിച്ച് പറമ്മ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്ത് തെളിച്ച് പറയാനാ? മാസാമാസമുള്ള വരവ് നിന്ന് ഇനി അമ്മക്ക് രണ്ടാൾക്ക് റോഡുമിൽ ഇറങ്ങി തെണ്ട. ഇത്രയും കാലം നിങ്ങളെ പട്ടിണി കിടക്കാനോ ഒരാളെ മുന്നിൽ കൈ നീട്ടാനോ ഞാൻ ഇടവരുത്തിക്കില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്ങനെയെന്നും കൂടി പറ. അത് പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണോ? ഫസ്റ്റ് ബിസിനസ് തുടങ്ങാനുള്ള പൈസ ആയിരിക്കൂല ഈ കീറ ബാഗിൽ. 10-15 വർഷമായില്ലേ ഞാൻ ഗൾഫിൽ പോകാൻ തുടങ്ങിയിട്ട്. കിട്ടുന്ന ഓരോ ഉറുപ്പ്യ എങ്ങൾക്ക് തന്നെ അയച്ചു തരുന്നത്. ഈ വീടിന്റെ ലോണും മക്കളെ പഠിത്തവും എല്ലാം ഒന്ന് കയ്യട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നത്. ഇനി എനിക്ക് വയ്യ പോവാന്. അല്ല വാപ്പ, നിങ്ങൾക്ക് ഇനി വയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? എനിക്ക് 3 വർഷം കൂടെ പഠിക്കാനുണ്ട്. അതിന് നമുക്ക് വിദ്യാഭ്യാസ ലോൺ എടുത്തൂടെ? ലോൺ എടുത്തിട്ട് ജീവിതകാലം മുഴുവൻ ലോൺ ഞാൻ അടയ്ക്കാനാ? മക്കളുണ്ടാക്കിയ പോരാ, അവരെ പോറ്റാൻ കൂടെ പഠിക്കണം. ഹലോ ചേട്ടാ, ഹലോ, ഇറങ്ങുന്നില്ലേ? ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇതെന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? അക്ബറോ? ഒന്നുമില്ല മോനെ. അല്ല, നിങ്ങൾ എപ്പോഴാണ് ഗൾഫിൽ നിന്ന് വന്നത്? ഞാനിന്നലെ രാത്രി വന്നതേനു. നിന്റെ ഒരു വെള്ളം ഉണ്ടോ? കുറച്ച് വെള്ളം നോട്ടെ. ഇതൊക്കെ വെള്ളം. ഇരുപതാമത്തെ വയസ്സിൽ ഗൾഫിൽ പോകാൻ തുടങ്ങിയതാ. ഇപ്പം 50 കഴിഞ്ഞു. രാവിലത്തുള്ള ഈ ഗുളികയാണ് എന്നെ ഓരോ ദിവസവും അങ്ങോട്ട് തള്ളി വിടുന്നത്. അല്ലക്ക, നിങ്ങളെന്താ വീട്ടിൽ പോവാത്ത? എന്റെ ഗൾഫിലെ പണി പോയി. അതിന് വീട്ടിൽ പോകാണ്ടിരിക്കുകയാണോ വേണ്ടത്? ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ട്. ഏതൊരു പ്രവാസി അവന്റെ അവസാന നാളുകളിൽ കാണുന്നൊരു സ്വപ്നം. ആ സ്വപ്നത്തിന്റെ സുഖത്തില് ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയതാ. നിങ്ങൾ എണീക്ക, നമ്മള് വീട്ടിലേക്ക് പോവാ. ഉമ്മ, ഉമ്മ. എന്തായിനോ? ഉമ്മോ, ഇതെന്താ പെട്ടെന്നൊന്നും പറയാണ്ട് വന്നത്? ഇന്നലെ രാത്രി ബസ് സ്റ്റാൻഡിൽ കിടക്കേനു. ഇന്ന് രാവിലെ ഞാൻ പോയപ്പോ കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ബസ് സ്റ്റാൻഡ് കിടക്കേ? അതെന്താ ഇങ്ങോട്ട് വരാഞ്ഞേ? മൂപ്പര് രാത്രിയൊക്കെ കൂട്ടിക്കോ. മൂപ്പര് ഗൾഫിലെ ജോലി പോയ പ്രയാസത്തില മൂപ്പര്. അല്ലേക്കാ, നിങ്ങളെ ജോലിയും പണവും മാത്രം ആഗ്രഹിച്ചാണോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അതിനാണ് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി കിടന്നത്? പട്ടിണി ആണേലും ഉമ്മക്ക് ഒരുമിച്ച് അത് അനുഭവിച്ചാ പോരെ? ഇവന്റെ പഠിത്തം, വീടിന്റെ അടവ്, വീട്ടു ചെലവ്, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? വാപ്പ ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ? ഇനി വാപ്പ വിശ്രമിക്കും. വാപ്പാക്ക് നിങ്ങളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ച്. അതൊന്നും സാരല്ലാന്ന്.